ഹജ്ജ് യാത്രക്ക് പോകുന്നതിന്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അവിടെ എത്തിയിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതില് പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റത്തെ കാര്യം എന്താന്ന് വെച്ചാല് എക്സസൈസ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കുറെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾ ഇനിയിപ്പോ ഏറിപ്പോയാൽ നമുക്കൊരു 2 ആഴ്ചയാണ് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങള് ഒന്നില്ലെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെ മുതൽ മടിയൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും നിങ്ങൾ കരുതരുത്. നമുക്ക് ഹജ്ജിന് പോകണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തില് ആ മടീനൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് ഒരു 5-10 മിനിറ്റ് നടക്കുക. ആദ്യത്തെ 2 ദിവസം 5 മിനിറ്റ് നടക്കുക, പിന്നെ അത് കൂട്ടി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15, പിന്നെ ഒരു 20 മിനിറ്റ് വരെ കൂട്ടി നടക്കുക. ഞാൻ ഈ നടക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് നമുക്കറിയാം ഹജ്ജിന്റെ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ മക്കത്തും മദീനത്തിലായിട്ട് ഉണ്ടാവും. അപ്പൊ മക്കത്ത് നമ്മൾ എന്തായാലും ഉംറക്കൊക്കെ പോകുമല്ലോ, അതേപോലെ സിയാറത്തിനൊക്കെ പോകും. അപ്പൊ നമുക്കറിയാം തവാഫിനായിട്ടും സഅയിനായിട്ടും കുറച്ച് നടക്കാണ്ട് കാര്യങ്ങളുണ്ട്, കർമ്മങ്ങളിൽ പെട്ടതാണ്, കുറച്ച് നടക്കണം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മളെ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യുക, അതിന് പാകപ്പെടുത്തുക നടക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇളകാതെ പിന്നെ അവിടെ പെട്ടെന്ന് പോയിട്ട് ഇളകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മളെ ശരീരം കാണിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇന്നോ അല്ലെങ്കിൽ നാളെ മുതൽ തന്നെ നടക്കാൻ തുടങ്ങുക. പിന്നെ നമ്മള് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മള് വീട്ടിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അടുക്കളന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടല്ലോ. ഞാൻ അത് എന്റെ ഉമ്മാനോട് തന്നെ പറയുന്ന സ്ഥിരം ഡയലോഗാണ്. അപ്പൊ അതൊരിക്കലും നമ്മൾ എക്സസൈസിന്റെ കൂട്ടത്തില് കൂട്ടരുത്. നമ്മൾ എക്സസൈസിനായിട്ട് മാത്രം ഒരു സമയം കണ്ടെത്തുക. ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 5-10 മിനിറ്റ് നിങ്ങൾ എന്തായാലും നടക്കുക.